ഹലോ ഗൈസ്, അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോവുകയാണ് ഒരു വർഷത്തിന് ശേഷം. അങ്ങനെ നമ്മൾ പപ്സ് പോലത്തെ എന്തോ ഒരു സാധനം അതൊക്കെ കഴിച്ച് നമ്മൾ ഈ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ മനസ്സിൽ നാട്ടിലോട്ട് പോവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതിൻ്റെ പുറത്ത് ഞാൻ ആദ്യമായിട്ടാണ് എമിറേറ്റ്സ് പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേറെയുണ്ട്. അങ്ങനെ നമ്മളിതേ ഇങ്ങനെ നടന്ന് നമ്മുടെ സീറ്റിലെത്തി. ഇതേ പുറത്തും എമിറേറ്റ്സ്, നമ്മൾ ഇരിക്കുന്നതും എമിറേറ്റ്സ്, ഫുൾ എമിറേറ്റ്സ്. പണ്ടൊക്കെ ഈ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു ഞാൻ, വ്ളോഗേഴ്സിൻ്റെയൊക്കെ. നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ പോകുന്നതും. എൻ്റെ ഒരു 13 അവർ ഫ്ലൈറ്റാണ്. അതിലൊരു 1 അവർ ലേ ഓവർ ഉണ്ട്. അല്ല, 14 അവർ ജേർണിയാണ്. അതിലൊരു 1 അവർ ലേ ഓവർ ഉണ്ട്. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസിൽ കാണുമ്പം പണ്ട് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. എനിക്ക് എന്നാണ് ഞാനിങ്ങനെ പോവുക, ഒത്തിരി ടൈം വേണം, പെട്ടെന്ന് പോയി വരാൻ പറ്റില്ല. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ജേർണി ഡൽഹിയിലോട്ടായിരുന്നു. അപ്പോൾ അതൊരു 1 അവർ എങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് കഴിയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കഴിഞ്ഞു പോയി. അപ്പം അത്ര മധുരമുള്ളൊരു ഓർമ്മയൊന്നും അല്ല അത്. അങ്ങനെ കാത്തിരുന്ന് എൻ്റെ ജേർണി ഇവിടെ തുടങ്ങി. ഒരു വർഷത്തിന് ശേഷം, ശരിക്കും പറഞ്ഞാൽ ഒരു വിൻ്ററൊക്കെ കഴിഞ്ഞ്, ഒരു വിൻ്റർ ഡിപ്രഷനൊക്കെ കഴിഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോയാൽ മതി എന്ന് വിചാരിച്ച് പോവുകയാണ്. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ മേഘങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ പുറത്തോട്ടൊന്നും നോക്കിയിട്ട് വലുതായിട്ടൊന്നും കാണാനില്ലാന്ന്. അങ്ങനെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ള നമ്മുടെ പോളറോയിഡ് ഫോട്ടോ, ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടും കേട്ടോ. അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ മെനു വന്നു. പിന്നെ അത് ഈ ഒരു ട്രോളി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫുഡ് എത്താനായി, ഫുഡ് എത്തി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ പുറത്തുനിന്ന് കിട്ടുന്ന, ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ബട്ടറും ബണ്ണും, അതൊരു ഉണക്ക ബണ്ണാണെങ്കിൽ പോലും അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചോക്ലേറ്റ്, പിന്നെ സ്നാക്സ് പോലെ ക്രിപ്സും അതിൻ്റെ ഒരു ചീസും ഉണ്ടായിരുന്നു. പിന്നെ കട്ട്ലറീസ് നമുക്ക് പാക്ക് ചെയ്തിട്ട്, പിന്നെ അതിൻ്റെ കൂടെ സാലഡ് ആൻഡ് ഒരു പുഡിങ്, പിന്നെ നമ്മുടെ മെയിൻ കോഴ്സ്. അങ്ങനെ മെയിൻ കോഴ്സിലോട്ട് ഞാനിങ്ങനെ ആകാംക്ഷയോടെ ഞാനതിങ്ങനെ തുറന്നു. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ലാംപ് ബിരിയാണി ആയിരുന്നു. ആൻഡ് ഇതായിരുന്നു സാലഡ്. എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ലാംപ് ബിരിയാണി അതിൽ ഭയങ്കരമായിട്ടൊരു കൊഴുപ്പ് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതും അത്ര, പക്ഷേ വിശപ്പുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം കഴിച്ചു. ആൻഡ് ഈ ഒരു സാധനം എൻ്റെ അമ്മോ, വർത്ത് ഹൈ. ഫ്രിഡ്സിലൊക്കെ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, അതേ കണക്ക് അത്രയും ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഈ ഒരു ചോക്ലേറ്റ്, ഇതൊരു സാധാരണ ചോക്ലേറ്റ് ആട്ടോ, അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മളിങ്ങനെ കടലിന് മുകളിലൂടെ ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ ആവിയൊക്കെ കണ്ട്. ആൻഡ് ഈ സ്നാക്സ് ഞാനൊന്ന് മാറ്റി, ഇല്ല ഞാൻ മാറ്റി വെച്ചില്ല, ഞാൻ അപ്പം തന്നെ കഴിച്ചായിരുന്നു അത്, ദേ ഇങ്ങനെ സാൻഡ്വിച്ച് ആക്കിയിട്ട്. പിന്നെ അപ്പോഴേക്കൊരു ചായ വന്നു. അങ്ങനെ ഒരു ചായയും കുടിച്ചു. പിന്നെ ഞാനിങ്ങനെ എൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുകയായിരുന്നു, എൻ്റെ പോളറോയിഡ് ഫോട്ടോ. അപ്പോഴേക്കും നമുക്കൊരു ആപ്പി ഫിസ് പ്ലസ് നമുക്കൊരു സ്നാക്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ കിട്ടിയ സ്നാക്സും ഇതും ഒരു സേവറി ബിസ്ക്കറ്റ്സാണ്, അതും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചു. അപ്പോഴേക്കും ഇതേ നേരമൊക്കെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ മുകളിൽ ഇങ്ങനെ സ്റ്റാർസൊക്കെ കാണാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മാംഗോ ജ്യൂസും അതേപോലെ സേവറി ബിസ്ക്കറ്റ്സും കൂടി തന്നു. കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ആൻഡ് പുറത്തേക്ക് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, കാരണം നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ വിൻഡോയിലുള്ള ലൈറ്റ് അല്ലാതെ വേറെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങാനായി. അതിൻ്റെ തൊട്ട് മുന്നേ നമുക്കൊരു ബിസ്ക്കറ്റ്, കുക്കി, ആൻഡ് അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം, പിന്നെ ഒരു ഡ്രിങ്ക്, കോഫി. അങ്ങനെ അതിൽ ഞാൻ ഐസ്ക്രീം മാത്രം കഴിച്ചു. കുക്കി ഞാൻ എടുത്ത് വെച്ചു, എനിക്ക് കഴിക്കാൻ വയറ് നല്ല ഫുള്ളായിരുന്നു. അപ്പോഴേക്കും നമ്മളിതേ ദുബായിൽ ലാൻഡ് ചെയ്തു. ആൻഡ് നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. ഇനി ഒരു ഫ്ലൈറ്റ് കൂടി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ. അങ്ങനെ ദുബായ് എയർപോർട്ടിൽ ഞാനിങ്ങനെ ഓടുമായിരുന്നു, ഓടി ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ അതേ രണ്ടാമത്തെ ഫ്ലൈറ്റ് കയറി. പുലർച്ചെ ആയതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. മെനു കാർഡ് കിട്ടി, ഫുഡ് കിട്ടി. അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും അല്ല, കാരണം നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ മൗത്ത് ഫ്രഷ്നർ ഉണ്ടായിരുന്നു, പിന്നെ ഒബ്വിയസ്ലി ടവൽ, പിന്നെ അമുലിൻ്റെ ബട്ടർ കേട്ടോ നമുക്ക്, കാരണം നമ്മൾ കൊച്ചിയിലോട്ടല്ലേ പോകുന്നത്. ആൻഡ് പിന്നെ ഒരു ഊത്തപ്പം, ഒരു ഓംലെറ്റ്, ഒരു ചിക്ക് കറി, പിന്നെ ദേ ചായ, മസാല ചായ ആയിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ഫീലിംഗ് വരും, അയ്യോ മസാല ചായയൊക്കെ നമ്മൾ നാട്ടിലോട്ട് പോവുകയാണല്ലോ എന്നുള്ളത്. പിന്നെ ദേ എന്തോ ഒരു പായസം, അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഓക്കെ. പിന്നെ ദേ ഒരു വെള്ളവും കൂടി ഉണ്ടായിരുന്നു, അതായിരുന്നു നമുക്ക് സെക്കൻഡ് മീല്.
നാട്ടിൽ ലാൻഡ് ചെയ്തപ്പം തന്നെ എനിക്ക് ചോറ് കഴിക്കാൻ നമ്മൾ വരുന്ന വഴിക്ക് കുറ്റിപ്പുറത്തുനിന്ന് നമ്മുടെ ചോറും മീനിലും കയറിയിട്ട് നല്ല അടിപൊളി ഒരു ചോറ് കഴിച്ചു. ഫ്ലൈറ്റിൽ നിന്ന് ഇത്രയും കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ നാട്ടിലിറങ്ങി നാട്ടിലെ ഫുഡ് എന്നുള്ളൊരു ആക്രാന്തം ഉണ്ടാവുമല്ലോ നമുക്ക്. അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതിന് പറ്റിയ സ്ഥലത്ത് തന്നെയാണ് ഞാൻ എത്തിപ്പെട്ടതും. എൻ്റെ അമ്മോ, നമ്മുടെ ഞണ്ടൊക്കെ നോക്ക്. പിന്നെ അതേ 2 വിധം പായസം. ഓഹ്, എൻ്റെ അമ്മേ, നമ്മളെ നാടൊരു സ്വർഗ്ഗമാണ്. പിന്നെ അതേ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ജീരകം മാത്രം എടുത്ത് കഴിച്ചു. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞു. നമ്മളിത്